ദില്ലിയുടെ ഈ ജനവിധി അതിൻ്റെ രാഷ്ട്രീയ കാരണങ്ങൾ ഇന്ത്യ മുന്നണിക്ക് സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ ആഘാതം വളരെ വലുതാണ്. ഒരു ഘട്ടത്തിൽ കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ നേതൃസ്ഥാനം ഒഴിയണം എന്ന നിലയിൽ കൃത്യമായ നിലപാടെടുത്ത കക്ഷികൾ ആ മുന്നണിക്കകത്തുണ്ടായിരുന്നു. അപ്പോൾ അത് കുറേ കൂടി ശക്തമായി വിമർശനം ഉയരാൻ ഇടയില്ലേ? തീർച്ചയായിട്ടും ശരത്തെ, ഇന്ത്യയുടെ മതേതര രാഷ്ട്രീയത്തിൽ ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പായി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മതേതര കക്ഷികളുടെ സഖ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾക്ക് പ്രധാന വഴിമരുന്നിട്ട് കൊടുക്കുന്നത് കോൺഗ്രസ്സാണ്. കോൺഗ്രസിൻ്റെ ഇന്ത്യ മുന്നണിയിലെ ഇടപെടലുകളുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ നേതൃത്വം പൂർണ്ണമായും ഒരു രാഷ്ട്രീയ വിചിന്തനം നടത്തി തങ്ങളുടെ ലക്ഷ്യം BJPയെ അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണെന്ന് സത്യസന്ധമായി വിശ്വസിക്കുകയും അതിനായി പ്രവർത്തിക്കുകയും ചെയ്യാതെ ഇനിയും അങ്ങോട്ട് രാഹുൽ ഗാന്ധിയെയോ പ്രിയങ്ക ഗാന്ധിയോ അല്ല മറ്റേതെങ്കിലും ഒരു ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാനുള്ളതാണ് ഈ പാർട്ടിയുടെ സംഘടനയും ഈ പാർട്ടിയുടെ സമയവും ഈ പാർട്ടിയുടെ റിസോഴ്സസും എന്ന് കണ്ടുകൊണ്ട് ഒരു സഖ്യത്തിലേർപ്പെട്ടാൽ അത് കോൺഗ്രസിന് മാത്രമല്ല, ആ സഖ്യത്തിൽ കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കാൻ പോകുന്ന എല്ലാ പാർട്ടികളെയും വളരെ മോശമായി എല്ലാ പാർട്ടികളെയും മുക്കിക്കളയും. മാത്രമല്ല, താങ്കൾ പറഞ്ഞ അത് ഒപ്പം നിൽക്കുന്നവരെയും മുക്കിക്കളയും. അതാണ് സംഭവിക്കുന്നത്. ദില്ലിയിൽ ഒരു പാഠമായി നമ്മുടെ അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട തിരിച്ചറിവായി വന്ന് നിൽക്കുകയാണ്. നേരത്തെ അത് കൂടുതൽ സീറ്റുകൾ ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ചെടുത്ത് മത്സരിച്ച ബീഹാർ ഒരു അനുഭവമാണ്. അന്ന് RJDയോടും മറ്റുമൊക്കെ വിലപേശി കൂടുതൽ സീറ്റുകൾ കൊടുത്തു. ഏറ്റവും അധികം തോൽവി സംഭവിച്ചതും ആകെ സീറ്റുകളിൽ മത്സരിച്ചത് എത്ര, തോൽവി എത്ര എന്ന് നോക്കുമ്പോൾ കോൺഗ്രസ് ബീഹാറിൽ അന്ന് വലിയൊരു ബാധ്യതയായി മാറി. UPയിൽ 2ാം ഘട്ടം കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ വന്നപ്പോൾ അഖിലേഷ് യാദവിന് കുറച്ചുകൂടി തിരിച്ചറിവുണ്ടായി. അതുകൊണ്ട് തന്നെ ആ ബാർഗെയിനിങ്ങിന് നിന്നുകൊടുത്തില്ല. ഞാൻ സാന്ദർഭികമായി പറഞ്ഞതാണ്. ദില്ലിയിൽ പുതിയ അനുഭവം. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ പ്രവർത്തന ശൈലി കൊണ്ട്, രാഷ്ട്രീയ നീക്കങ്ങൾ കൊണ്ട് സഖ്യകക്ഷികൾക്ക് എന്ത് സംഭവിച്ചാലും കോൺഗ്രസിന് അതൊരു പ്രശ്നമല്ല. കോൺഗ്രസിന് രാഹുൽ ഗാന്ധിയുടെയും ഗാന്ധി കുടുംബത്തിൻ്റെയും അധീശത്വം നിലനിർത്തുന്ന രീതിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തെ മൊത്തമായി കൊണ്ടുവരണമെന്ന ഒരൊറ്റ ചിന്തയുടെ പേരിൽ മാത്രമാണ് ഈ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നത്. അതാണ് ഈ രാഷ്ട്രീയ പാർട്ടിയെ അടിക്കടി പിന്നോട്ടടിക്കുന്നതും അവരോടൊപ്പം നിൽക്കുന്നവരെയും പിന്നോട്ടടിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. എന്നാൽ ഒരു കാര്യം സത്യമാണ്, ഇന്ത്യയിലെ ഇന്നത്തെ മതേതര രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു രാഷ്ട്രീയം BJPക്കെതിരെയോ അല്ലെങ്കിൽ NDAയുടെ രാഷ്ട്രീയത്തിന് എതിരെയോ മുന്നോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല എന്നുള്ളതും ഒരു ഫാക്റ്റാണ്. അപ്പോൾ ഇങ്ങനെ വളരെ വൈരുദ്ധ്യാത്മികമായ ഒരു പരിസ്ഥിതിയിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയം വന്നു നിൽക്കുമ്പോൾ എന്താണൊരു പ്രതിവിധി എന്ന് പ്രാദേശിക കക്ഷികൾ ഒന്നിച്ചുകൂടി തീരുമാനിക്കുമ്പോഴാണ് മതേതര രാഷ്ട്രീയം, ഇന്ത്യ മുന്നണി പോലുള്ള മതേതര രാഷ്ട്രീയ സഖ്യത്തിൽ നിന്ന് കോൺഗ്രസ് മാറി നിൽക്കണം, അല്ലെങ്കിൽ കോൺഗ്രസ് അതിൻ്റെ നേതൃത്വത്തിൽ നിന്ന് മാറിത്തരണം എന്നവർ ആവശ്യപ്പെടുന്നത്. അത് TMC ആണെങ്കിലും ആം ആദ്മി പാർട്ടി ആണെങ്കിലും RJD ആണെങ്കിലും ഒക്കെ അവർ ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് സത്യസന്ധമായ മതേതര രാഷ്ട്രീയം BJPക്കെതിരെ പ്രയോഗിക്കണം. ഇല്ല എങ്കിൽ നേതൃത്വത്തിൽ നിന്ന് മാറി നിന്ന് പ്രാദേശിക കക്ഷികളിൽ ഒരാളെ കൊണ്ട്, ഒരു നേതാവിനെ കൊണ്ട്, അത് മമതാ ബാനർജി ആണെങ്കിലും അതുപോലെ തന്നെ സ്റ്റാലിൻ ആണെങ്കിലും ഒക്കെ അവർക്ക് അവസരം കൊടുക്കണം. അല്ല എങ്കിൽ BJP വളരാനുള്ള എല്ലാ അന്തരീക്ഷവും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കി കൊടുക്കുന്നത് കോൺഗ്രസിൻ്റെ ഇങ്ങനെയുള്ള നീക്കങ്ങളാണെന്ന് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും അവസാനത്തെ തെരഞ്ഞെടുപ്പായ ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഫലം നമുക്ക് മുന്നിൽ വെളിവാക്കുന്നത്. ശരത്.